10 മാസം ഗർഭം ചുമന്ന് നൊന്തുപെറ്റ സ്വന്തം മാതാവിനെ വെട്ടുകത്തികൊണ്ട് മരിക്കുന്നതുവരെ വെട്ടിത്തീർത്ത ഒരു മകന്റെ വാർത്ത കേട്ട് കേരളം ഒന്നടങ്കം തലകുനിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്താണ് നമ്മുടെ സമൂഹത്തിന് പറ്റിയത്? ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ മനസ്സാക്ഷിക്ക് നിരക്കാത്തതാണ്. സ്വന്തം മാതാവിനെ മരിക്കുന്നതുവരെ വെട്ടിത്തീർക്കണമെങ്കിൽ അവനിൽ നുരഞ്ഞു പൊങ്ങുന്ന ലഹരിയുടെ അളവ് ചെറുതൊന്നുമല്ല. പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന യുവാക്കളെ, മക്കളെ, രക്ഷിതാക്കളെ, ലഹരി എന്ന് പറയുന്നത് മാരകമായ ഒരു വിപത്താണ്. എനിക്കറിയുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ട്, ലഹരിക്ക് അടിമപ്പെട്ടു പോയവർ. ചെറുപ്പത്തിൽ ആരോ ഒരതി കൊടുത്ത ഒരു ചെറിയ ലഹരിയിൽ പിടിച്ച് വലുതാവും തോറും വലിയ വലിയ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്ന് ബുദ്ധിയും സ്ഥിരതയും ഒക്കെ നഷ്ടപ്പെട്ട് കുടുംബവും വീടുമൊന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കുറച്ച് ചെറുപ്പക്കാരെ എനിക്കറിയാം. അത്തരമൊരു അവസ്ഥയിലേക്ക് ആരും എത്താതിരിക്കട്ടെ, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിച്ചേ മതിയാകൂ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരുടെ കൂട്ടത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കാരണം കൊണ്ട് മറ്റൊരാൾ ലഹരി ഉപയോഗിക്കരുത്. ലഹരി ഉപയോഗിക്കാത്ത പ്രിയപ്പെട്ട യുവാക്കളോടും മക്കളോടുമൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇന്ന് നിങ്ങളുടെ കൈകളിലേക്ക് കൊളുത്തി തരാൻ ആളുകളുണ്ടാകും. നിങ്ങളുടെ ചുണ്ടുകളുടെ ഇടയിലേക്ക് സാധനങ്ങൾ വെച്ചു തരാൻ ആളുകളുണ്ടാകും. നിങ്ങളുടെ ഗ്ലാസുകളിലേക്ക് ലഹരി ഒഴിച്ചു തരാൻ ആളുകളുണ്ടാകും. നിങ്ങളുടെ രക്തം ഓടുന്ന സിരകളിലേക്ക് കുത്തിവെച്ചു തരാൻ ആളുകളുണ്ടാകും. പക്ഷേ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു ലോകമുണ്ട്, നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തെ മുഴുവൻ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്തായിരിക്കും നിങ്ങളുടെ ലഹരിയുടെ ഉപയോഗത്തിൻ്റെ തുടക്കമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ലഹരി എന്ന് പറയുന്ന ഈ വിപത്തിനെ തുടച്ചു നീക്കാൻ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും മറ്റു പൊതു സംവിധാനങ്ങളും ഉപയോഗിച്ചേ മതിയാകൂ. അതിനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.